എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ഇന്നുള്ളത് ടോമി സെബാസ്റ്റ്യൻ ആണ്. സ്വതന്ത്രചിന്തകനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. ടോമി സെബാസ്റ്റ്യൻ മറുനാടൻ മലയാളിയിലേക്ക് സ്വാഗതം. താങ്ക് യു. സുഖമായിരിക്കുന്നോ? വിദേശത്താണെന്ന് എനിക്കറിയാം. നന്നായിരിക്കുന്നു. സുഖമായിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ്, ഇസ്രായേൽ, അതുപോലെ തന്നെ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ കുറിച്ചാണ്. നമുക്കറിയാം, അശാന്തമായ ഒരു ഇടമാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും മിഡിൽ ഈസ്റ്റിൽ സമാധാനമില്ല. ജനങ്ങൾ പ്രതിസന്ധിയിലാണ്. അത് ഇസ്രായേലിലല്ല, ഇസ്രായേലുമായി ചുറ്റപ്പെട്ട രാഷ്ട്രങ്ങളിലാണ് പ്രതിസന്ധികൾ. എന്താണ് മിഡിൽ ഈസ്റ്റിന് മാത്രം ഇത്രയധികം പ്രതിസന്ധികൾ? ഈ ഇസ്രായേൽ, ഫലസ്തീൻ അതുപോലെയുള്ള മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളെ കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ അത് പലരും പറയാറുണ്ട്, അതിൽ മതം ഇല്ല, അത് രാഷ്ട്രീയമാണ്, മറ്റു പല കാര്യങ്ങളുമാണ്. പക്ഷെ എൻ്റെ ഒരു നിരീക്ഷണം നേരെ മറിച്ചാണ്. മതമാണ് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ പ്രശ്നം. മതം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മനുഷ്യരെ ഡിവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഇവിടുത്തെ അടിസ്ഥാനമായിട്ട് യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നം, മുസ്ലിങ്ങൾ തമ്മിലാണെങ്കിൽ അവർ തമ്മിലുള്ള ഷിയായും സുന്നിയും തമ്മിലുള്ള പ്രശ്നം, ഷിയ ആണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ സാധാരണ ഷിയായും അല്ലാവൈറ്റ് ഷിയായും തമ്മിലുള്ള പ്രശ്നം. ഇങ്ങനെ മതം തമ്മിലുണ്ടായിരുന്ന പ്രശ്നമാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം. അതിലേക്ക് രാഷ്ട്രീയം കൂടി കടന്നു വരുമ്പോൾ അത് കൂടുതൽ വഷളാവുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, സിറിയയിൽ ഇപ്പോ വിമത സംഘടനകളെല്ലാം കൂടെ ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. രാഷ്ട്രത്തിന്റെ സ്വഭാവം മാറുന്നു. ഇസ്രായേലിന് ഉള്ള പ്രശ്നം ഒരു രാഷ്ട്രമായി തന്നെ നിലനിൽക്കുന്നു. അവിടെ ജനാധിപത്യമുണ്ട്. പക്ഷെ അതേസമയം ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇപ്പോൾ പറഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, ജൂതന്മാരോടുള്ള വിരോധം. സത്യത്തിൽ ഇതിന് ചരിത്രത്തിൽ ഒരുപാട് തെളിവുകൾ ഉണ്ടല്ലോ, അല്ലെ? ഇസ്രായേൽ വിരോധം ഉണ്ട്. അത് അവരുടെ അടിസ്ഥാന മതപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഈ ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മുടെ മതത്തിന് കൂടുതൽ ഇതാവാൻ പാടുള്ളൂ എന്ന് അവരുടെ അടിസ്ഥാനപരമായിട്ട് മതപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോ പിറന്നു വീണ സമയം മുതൽ ഇപ്പോൾ എന്താണ് ഈ കേൾക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ആയിക്കാളും ആളുകളെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാചകമാണ് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണ് നടക്കുന്നതെന്ന്. പക്ഷേ ടോമി സെബാസ്റ്റ്യൻ ഇതൊരു ആർട്ടിക്കിളിൽ വളരെ പ്രമാദമായ ഒരു വാചകം ഞാൻ കണ്ടു, ഫലസ്തീൻ എന്നൊരു രാഷ്ട്രമേ ഉണ്ടായിരുന്നില്ല എന്ന്. അത് വലിയൊരു നമുക്കൊരിക്കലും എന്താ പറയാ, സാധാരണ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചരിത്രം ഫോളോ ചെയ്യുന്നവർക്ക് അതൊരു പുതിയ കാര്യമല്ലെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അതിന്റെ ചരിത്രം ഒന്ന് പറയാമോ? ഈ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് വരെ എത്തി നിൽക്കുന്ന ഒരു ചരിത്രം. തീർച്ചയായിട്ടും. ഈ ലോക ചരിത്രത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമോ രാഷ്ട്ര സംവിധാനമോ 1948 മുമ്പ് ഉണ്ടായിരുന്നില്ല. അതായത് നമുക്ക് ഇന്നത്തെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഭൂതകാലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നമുക്ക് ഭൂതകാലത്തിൽ പോയി അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. ഇന്നത്തെ നിലയിലുള്ള ഒരു സെറ്റിൽമെന്റിലൂടെ മാത്രമേ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്നതായിരിക്കുന്ന പലസ്തീൻ എന്ന് പറയുന്ന അത് അവരുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ, ചരിത്രം നമ്മളിങ്ങനെ പുറകോട്ട് പോകും തോറും ഇത് മറ്റു പലരുടേതുമായി മാറും. നമുക്ക് ചരിത്രം കുഴിച്ച് ഒരിടത്ത് പോയിക്കൊണ്ടും നിർത്താനായിട്ട് പറ്റത്തില്ല. ഇപ്പോ പറയുന്ന ഇസ്രായേലുകാർ അവിടെ വരുന്നതിന് മുമ്പ് അത് പലസ്തീനികളുടേതായിരുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ പലസ്തീനികൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് പോലും ഇതുണ്ട്. അതിൻ്റെ അകത്ത് യഹൂദന്മാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഡ്രൂസ് ഉണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, അങ്ങനെ പല മതവിഭാഗങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പം പറയുന്ന കാര്യത്തില് മുസ്ലിംസിന്റെ മാത്രമായിട്ട് ഉള്ളത് എന്നാണ്. ഇനി അതിന് തൊട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രദേശം ബ്രിട്ടന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതിന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒട്ടോമന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശമായിരുന്നു. അതിനു മുമ്പ് മാമലൂക്ക് രാജവംശത്തിൻ്റെതായിരുന്നു, അതിനു മുമ്പ് ഫാത്തിമയുടേതായിരുന്നു, അതിനു മുമ്പ് അബ്ബാസിഡിൻ്റെതായിരുന്നു. അങ്ങനെ പുറകോട്ട് പോയെന്നാൽ സസാനിഡുകളുടേതും റോമന്റേതും അങ്ങനെ പുറകോട്ട് പോയെന്നാൽ പിന്നീട് വരുന്നത് യഹൂദരാഷ്ട്രമാണ്. ഇനി അതിന്റെയും പുറകോട്ട് പോയി കഴിഞ്ഞാൽ കാനാന്യരുടേതാണ്. അപ്പൊ കാനാന്യർ ഇല്ലാത്തതുകൊണ്ട് അവരതിന് അവകാശം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ പുറകോട്ട് പോയി ഒരു ചരിത്രത്തിന്റെ ഒരു സ്ഥലത്ത് വെച്ച് മാത്രം നമുക്ക് നിർത്താനായിട്ട് പറ്റത്തില്ല. പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ അവസ്ഥയിൽ വെച്ചിട്ട് നമുക്കൊരു കാര്യത്തെ അതിന് സമവായത്തിലൂടെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് പറ്റത്തുള്ളൂ. അതിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ചരിത്രത്തിൽ ഇവിടെ ഒരിടത്തും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് പലസ്തീന്റെ ഉദയവും ഇതൊരു ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് ആക്കി ഉള്ളൊരു നറേഷൻ അല്ലെങ്കിൽ ഒരു എഴുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നത്? അത് ഇതിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1880-കളിലോട് ആണ് ഈ വരുന്ന ഒരു പ്രശ്നത്തിന്റെ ഒരു തുടക്കം. നമുക്കറിയാം, റോമക്കാരുടെ ഭരണത്തെ തുടർന്നാണ് ഈ യഹൂദന്മാർ അവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നത്.
അതിലും ഈ പറഞ്ഞിരിക്കുന്ന മതത്തിന് ഒരു വലിയൊരു ഉണ്ട്. അതായത് യേശുവിന്റെ ഘാതകരാണ് യഹൂദന്മാർ എന്ന പേരില് പിന്നീട് ഇവർ കൂടുതലുണ്ടായിരുന്ന യൂറോപ്പിൽ മുഴുവൻ ഈ യഹൂദന്മാർക്ക് വരെ കടുത്ത വേട്ടയായിരുന്നു നടന്നിരുന്നത്. എവിടെയെങ്കിലും ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ അത് യഹൂദനാണെന്ന് പറഞ്ഞ് പിടിച്ച് അവനെ അടിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ആക്രമിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. നമുക്കറിയാം ആൻ ഫ്രാങ്കിന്റെ ഡയറികൾ എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം ഹൃദയവേദനാജനകമായിരിക്കുന്ന ഒരു ചരിത്രമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിലനിന്നിരുന്ന ആ ജനത അവർക്കൊരു ഒരു മാതൃരാജ്യം ഉണ്ടാവണം, ഒരു മദർ ലാൻഡ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ അവര് 1882 കാലഘട്ടങ്ങളിൽ അവര് ഈ എന്ന് പറയുന്ന ഈ പലസ്തീൻ ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് ഒരു യാത്ര തുടക്കും. അതിനെ ആലിയ എന്നാണ് പറയുന്നത്. ഒന്നാം ആലിയ 1882 കാലഘട്ടത്തിലാണ്. അതിന് പിന്നിൽ ഈ ഹോവിസി സിയോൺ എന്ന് പറയുന്ന ഒരു 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 ഓർഗനൈസേഷനാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇനി ഈ പറയുന്ന സംവിധാനങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് സയോണിസം എന്ന പേരിൽ തിയോഡർ ഹെർഷൽ എന്ന് പറയുന്ന ഒരാളുടെ കീഴിൽ കുറച്ചുകൂടി ശക്തമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആരംഭിച്ചു. അതിനുശേഷം കൂടുതലായിട്ട് യഹൂദന്മാര് ഈ പ്രദേശങ്ങളിലേക്ക് പോകുന്നു. ഈ തിയോഡർ ഹെർഷലിന്റെ സയനിസം എന്ന് പറയുന്ന മൂവ്മെന്റിന്റെ കാരണമായിട്ട് അവര് പല സ്ഥലങ്ങളിലുമുള്ള യഹൂദന്മാരെ എല്ലാവരെയും അവരുടെ ഒരു ഗ്രൂപ്പായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിലാണ് ഒന്നാമത് ലോകമഹായുദ്ധം ഉണ്ടാകുന്നത്. 1914 മുതലുണ്ടായിരുന്ന ലോകമഹായുദ്ധത്തില് രണ്ട് വിരുദ്ധ ചേരികളിൽ ബ്രിട്ടന്റെ ഒരു ചേരിയും മറ്റവശത്ത് ഒട്ടോമൻ സാമ്രാജ്യമൊക്കെ നിൽക്കുന്ന മറുചേരിയുമായിരുന്നു. അപ്പൊ ബ്രിട്ടൻ ഇവരോട് രണ്ടു കൂട്ടരോടും, അതായത് യഹൂദന്മാരോടും അറബികളോടും പറഞ്ഞു, ഞങ്ങൾക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം വിഭജിച്ചു തരാം. അങ്ങനെ യഹൂദന്മാരും അറബികളും ബ്രിട്ടന്റെ പക്ഷം ചേരുകയും ആ യുദ്ധത്തിന് ശേഷം അതേക്കുറിച്ച് ഒരു കരാർ ഉണ്ടാക്കുകയും ചെയ്തു. ആ കരാറിനെയാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് 1917. അതിനെ തുടർന്ന് യുദ്ധത്തിന് അവസാനം ഈ പറയുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിലിരുന്ന ഈ പ്രദേശങ്ങൾ, ഇതിലും നല്ലൊരു ഭാഗം മരുഭൂമിയാണ് കേട്ടോ. ഈ മരുഭൂമിക്കൊന്നും അവകാശികളില്ല. നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഭൂമിക്ക് അതിർത്തി എന്ന് പറയുന്ന പോലെ, അല്ലെ കടലിന് ആർക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുന്ന പോലെ, ഈ മരുഭൂമി എന്നൊക്കെ പറയുന്നത് ആരുടേതുമല്ലാത്ത പ്രദേശമാണ്. അതിൽ അവിടെ ഇവിടങ്ങളിലായിട്ട് മനുഷ്യവാസത്തിന് ഉതകുന്ന പ്രദേശങ്ങൾ മാത്രമായിരുന്നു ആരുടെയെങ്കിലും കൈവശമുണ്ടായിരുന്ന സ്ഥലം. അങ്ങനെ വന്ന ഈ യഹൂദന്മാർ പലപ്പോഴും ഈ സ്ഥലങ്ങൾ വില കൊടുത്ത് വാങ്ങിയിട്ടാണ് അവിടെ താമസം ആരംഭിച്ചത്. ഒന്നാം ആലിയയിലും രണ്ടാം ആലിയയിലും ഒക്കെ വന്നിരിക്കുന്ന ആളുകൾ അവിടെ വില കൊടുത്താണ് അവിടെ താമസമായിട്ട് ആരംഭിച്ചത്. അപ്പോ പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലെയിം അങ്ങനെയല്ല എന്നാണ്. അതായത് അവർക്ക് ചുമ്മാ കൊടുത്തതാണ്, വില കൊടുത്തതിനെ പലരും അംഗീകരിക്കുന്നില്ല. വിലയും കൊടുത്തിട്ടുണ്ട്, വില കൊടുക്കാതെയും താമസിച്ചിട്ടുണ്ട്. വില കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. ഇനി മുഴുവൻ സ്ഥലങ്ങൾ അവർ വില കൊടുത്തു വാങ്ങിയതാണെന്നുള്ള ക്ലെയിമും ഇല്ല. വില കൊടുത്തും വാങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങനെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 1921 ബ്രിട്ടൻ ഈ സ്ഥലം അവർ നേരത്തെ പറഞ്ഞതനുസരിച്ച് രണ്ടായിട്ട് ഭാഗം ചെയ്തു. ജോർദാൻ നദിയുടെ കിഴക്ക് വശം അറബുകൾക്ക് രാജ്യമായിട്ടും പടിഞ്ഞാറ് വശം മറ്റേ ഭാഗത്ത് കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തില്ല. അങ്ങനെ കിഴക്ക് വശത്തുണ്ടായ രാജ്യമാണ് ട്രാൻസ് ജോർദാൻ എന്ന് പറയുന്ന സ്ഥലം. അതായത് ആദ്യത്തെ കരാർ അനുസരിച്ച് അറബികൾക്കും ജൂതന്മാർക്കുമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതിൽ അറബ് രാജ്യം അന്നേ ഉണ്ടായി, 1921 ഉണ്ടായി. പക്ഷെ മറ്റേ രാജ്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ യഹൂദന്മാർക്ക് ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കാൻ അവരെ സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർക്കെതിരെ വലിയ തോതിലുള്ള കലാപം അന്നുണ്ടായി. ജാഫർ റിയട്ട് എന്ന് പറയപ്പെടുന്ന ഒരു വലിയ കലാപത്തില് ആ റൈറ്റില് 100-ലധികം യഹൂദന്മാരെ കൂട്ടക്കൊല നടത്തിയിരുന്നു അന്ന് 1921. അതിനുശേഷം വീണ്ടും ഹെബ്രോൺ മസാക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് 1929. അന്ന് യഹൂദന്മാരെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1920 ഈ പറയുന്ന പ്രദേശത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് വെറും ചതുരശ്ര കിലോമീറ്റർ 28 പേർ മാത്രമാണ്. നമ്മുടെ കേരളത്തിലേത് ആവറേജ് 850 എന്ന് ഓർക്കണം. നഗരപ്രദേശത്തിൽ 2000-ന് മുകളിലാണ്. അപ്പൊ അത്രയും വളരെ കുറഞ്ഞ ജനസാന്ദ്രത ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ അവിടെയാണ് ഈ യഹൂദന്മാർ വന്ന് സെറ്റിലാക്കിയത്. സെറ്റിലായതിനു ശേഷം അവരുടെ കൃഷിയിലൂടെ ഒക്കെ ആയിട്ട് അവർ ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവന്നു. തൊട്ടടുത്തുള്ള, അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടമായിട്ട് നോക്കിയാലും തൊട്ടടുത്തുണ്ടായിരുന്ന സിറിയ, ലെബനോൻ, ജോർദാൻ, സൗദി ഇങ്ങനെയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ ഉൽപാദനം 100 മടങ്ങിലധികമായിട്ട് അവർ വർദ്ധിപ്പിച്ചു. അവർ ഇത്രയൊക്കെ വർദ്ധിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് ഇത് അവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന രീതിയിൽ വീണ്ടും കുറെ കൂടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ യഹൂദന്മാർക്ക് പറഞ്ഞിരുന്ന സ്ഥലം കിട്ടിയില്ല. ഈ സമയത്ത് ഏതാണ്ട് 1930 തൊട്ട് നാസി ജർമ്മനി നടത്തിയിരിക്കുന്ന ക്രൂരതകൾ നമുക്കറിയാം. ഈ ക്രൂരതയ്ക്ക് വിധേയരായിട്ടുള്ള കുറെ ആളുകൾ കൂടി ഇങ്ങോട്ട് ഓടി വന്നു. അപ്പൊ ഇങ്ങനെ
ഒരു കൊലക്കത്തിക്കിരയായിട്ട് ഹിറ്റ്ലറുടെ മുമ്പിൽ അയാൾ എത്ര ക്രൂരമായിട്ടാണ് ചെന്നതെന്ന് നമുക്കറിയാം. 70 ലക്ഷത്തിലധികം യഹൂദന്മാരെയാണ് അന്ന് കൂട്ടക്കൊല ചെയ്തത്. ആ കൊലക്കത്തിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആളുകൾ ഓടി വരുന്നതിന് അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് വരികയാണ്. അവരെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. അപ്പൊ അവര് പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ജീവിച്ചേ മതിയാവൂ എന്ന് പറയുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവരെ കൂടി ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് സയനിസ്റ്റ് മൂവ്മെന്റ് കുറെ കൂടി ശക്തമാകുന്നു. ഇവരെ ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രീതി, അതായത് ഇസ്ലാമിലെ ജെറൂസലേമിലെ മുഫ്തി ഇദ്ദേഹത്തെ പോയിട്ട് ഹിറ്റ്ലറെ പോയി കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കുറെ ജൂതന്മാരെ കൊല്ലുന്നുണ്ട്, ഇതേപോലെ ഞങ്ങളുടെ നാട്ടിലും കുറെ ജൂതന്മാരുണ്ട്, വന്നൊന്ന് കൊന്നു തരണം എന്ന് പറഞ്ഞപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിലെ കാര്യം നിങ്ങൾ ചെയ്യൂ, ഞാൻ ഇവരെ ഇവിടെ കൊന്നോളാം എന്നാണ് പറഞ്ഞത്. ഇനി ഇവർ സ്ഥലം വില കൊടുത്ത് വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ അകത്തും ഒരു കാര്യം കൂടിയുണ്ട്. ആദ്യമൊക്കെ യഹൂദന്മാർക്ക് സ്ഥലം വില കൊടുത്ത് വാങ്ങാമായിരുന്നെങ്കിലും മുഫ്തി പിന്നീട് ഒരു ഫത്വ ഇറക്കി, ഇനി പുറത്തുനിന്ന് വരുന്ന ജൂതന്മാർക്ക് സ്ഥലം വിൽക്കാൻ പാടില്ല എന്ന്. അതിന് യഹൂദന്മാർ പിന്നെ കണ്ടെത്തിയ വഴി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള യഹൂദന്മാർക്ക് വാങ്ങാം. അവരത് വാങ്ങുന്നു, വാങ്ങിക്കഴിഞ്ഞ ശേഷം അവരുടെ സ്ഥലം മറ്റവർക്ക് കൊടുക്കുന്നു. അപ്പോ ഈ സ്ഥലം വാങ്ങിയതും കൊടുത്തതും ആരാണ്? അവിടുത്തെ സാധാരണക്കാരനായ ബെദൂവിയൻസിന് അവിടെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഭൂവുടമകളാണ് ഈ സ്ഥലങ്ങൾ മുഴുവൻ കൊടുത്തത്. എന്നിട്ടും അത് കൊടുത്തിരിക്കുന്ന ഈ മുഫ്തിയുടെ ബന്ധുക്കളുമാണ് കൊടുത്തിരിക്കുന്ന സ്ഥലം, പിന്നീട് നടന്ന സ്ഥല കച്ചവടങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാം ലോകമായതും അതിനുശേഷം ഇവർ തമ്മിലുണ്ടായിരുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ബ്രിട്ടൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ബ്രിട്ടൻ ഈ സ്ഥലം എങ്ങനെയെങ്കിലും അവർക്ക് കൊടുത്തൊഴിവാക്കാനായിട്ട് ബ്രിട്ടൻ നോക്കുന്നു. അതിന്റെ ഉള്ള പ്ലാനിങ്ങും ഒക്കെ നടക്കുന്നു. ഈ സമയത്ത് നാഷണൽ ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടായി വരുന്നു. ഇതുമായിട്ടൊക്കെയുള്ള ചർച്ചയുടെ ഫലമായിട്ട് ഈ സ്ഥലം എങ്ങനെ വീതിക്കണം എന്നതിനെ കുറിച്ച് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ തർക്കങ്ങൾക്കെല്ലാം ഒടുവിൽ അത് 55% ജൂതന്മാർക്കും 44% പലസ്തീൻ അറബികൾക്കും 1% ഇന്റർനാഷണൽ സിറ്റി ആയിട്ട് ജെറുസലേം നിലനിർത്തുക എന്നുള്ളതാണ് അന്ന് കൈക്കൊണ്ട ഒരു തീരുമാനം. ഈ തീരുമാനത്തെ യഹൂദന്മാർ അംഗീകരിച്ചു. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു രാജ്യം ഉണ്ടായേ പറ്റൂ എന്നുള്ളതായിരുന്നു. എന്നാൽ അറബികൾ അത് അംഗീകരിച്ചില്ല. ഇവർ അംഗീകരിച്ചവർ അവരുടെ രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്തു. മറ്റവർ പറഞ്ഞു അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇതുപോലെ, ഞങ്ങൾക്ക് മുഴുവൻ സ്ഥലവും വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകാതെ പോയത്. പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം അന്ന് ഉണ്ടാവാമായിരുന്നു, പക്ഷെ ഉണ്ടാവാതെ പോയതിന് കാരണം ഇതാണ്. പിന്നീട് നമുക്കറിയാം യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലുടനീളം അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം മുതൽ തന്നെ അനീതി നേരിട്ട ഒരു ജനതയാണ്. അവർ നമ്മൾ എപ്പോഴും പറഞ്ഞു മൊട്ടക്കുന്നിൽ പൊന്നു വിളയിച്ചവരാണ്. അവർ കിട്ടിയ പ്രദേശങ്ങളിൽ അവരുടെ തലച്ചോറും അധ്വാനവും ഉപയോഗിച്ച് അതിജീവിച്ചു വന്ന ജനതയാണ്. ഇപ്പോഴും ഈ പക തീരുന്നില്ല, ഇപ്പോഴും പ്രതിസന്ധികളാണ് ഉള്ളത്. പിന്നീട് പല യുഎന്നിന്റെ നേതൃത്വത്തിലുള്ള പല ഉടമ്പടികളൊക്കെ വന്നിട്ട് പോലും ഇസ്രായേലിനോടുള്ള പക ഇവർക്ക് തീരുന്നില്ല. അടിസ്ഥാനപരമായത് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനിയുള്ളൊരു ഭാവി കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ, അല്ലെങ്കിൽ ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കുറച്ചധികം പ്രദേശങ്ങളിൽ ഇസ്രായേല് അടിസ്ഥാനപരമായി കീഴടക്കിയിട്ടുണ്ട്. ഗോലാൻ കുന്നുകളിൽ ഈ സിറിയയുടെ പതനത്തോടുകൂടി അതും പിടിച്ചടക്കിയിട്ടുണ്ട്. ബഫർ സോൺ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് എന്ന് അവസാനിക്കും എന്നൊരു ചോദ്യം കൂടെ ബാക്കിയാവുകയല്ലേ? അതേക്കുറിച്ച് പല ഹൈപ്പോത്തസിസും ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാമെന്നല്ലാതെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ അകത്തുനിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന നമുക്കറിയാം സൗദി അറേബ്യ, UAE ഇവരെല്ലാം അബ്രാഹം അക്കോർഡ് എന്ന് പറഞ്ഞ പേരിൽ ഈ 2020 ഇസ്രായേലുമായിട്ട് ഒരു സമാധാന ഉടമ്പടി കൊണ്ടുവന്നു. അവർ പറഞ്ഞു നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നത്തിന്റെയും ആവശ്യമില്ല. സൗദിയിൽ നടക്കുന്ന വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻസും അതുപോലെയുള്ള വലിയ ഫാക്ടറികളുടെയും എല്ലാം നിർമ്മാണ ചുമതലയും അതിന്റെ നടത്തിപ്പും പലതും ഇസ്രായേലി കമ്പനികളാണ് നടത്തുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ നടത്തിയിരിക്കുന്ന ഇൻവെൻഷൻസ് അതൊന്നും ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പല രാജ്യങ്ങളും മനസ്സിലായി. അപ്പൊ ഇതേപോലെ മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു സഹവർത്തിത്വത്തിന്റെ പാതയിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് തീരും. ഇല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന പോലെ ISIS മാറി THS വരും. അങ്ങനെ ഓരോ ഭീകര സംഘടനകൾ ഈ ലോകം പൂണ്ടുവിളയാടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അതായത് ഇവിടെയുള്ള ആളുകൾ ഇതിനെ വളരെ കാര്യം നമ്മുടെ നാട്ടിലേക്കും പ്രശ്നമാണ്. ഇതിൽ ആരുടെ ഒപ്പം നിൽക്കുന്നു എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇസ്രായേലിന്റെ ഈ ചരിത്രം അറിയാവുന്ന കാര്യം നമുക്കറിയാം, ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അവര് ജനജീവിതങ്ങൾക്ക് ഹ്യൂമൻ കാഷ്വാലിറ്റി വളരെ കുറച്ചുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്.
പക്ഷേ ഹ്യൂമൻ ഷീൽഡാക്കി നിർത്തിക്കൊണ്ടാണ് ഹമാസും ഹിസ്ബുള്ള അടക്കമുള്ള ആളുകൾ ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ഇത് നിർത്തുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ പോലും ഇതിനകത്തൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇസ്രായേലിനൊപ്പം നിൽക്കുന്നവരെല്ലാം തന്നെ വേറൊരു വിഭാഗമാണെന്നും ഞങ്ങളൊക്കെ സമാധാനത്തിന് പ്രതി ഇവരെങ്ങനെയാണ് ഈ സമാധാനത്തിന്റെ മൊത്തക്കച്ചവടക്കാരായി ഇവരെ ചിത്രീകരിക്കുന്നത്? അതിനും ഉള്ള കാരണമല്ല. ഈ 1948 ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായതിനു ശേഷം അവരെ നിലം തൊടിയിക്കാതെ ചുറ്റുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം അതിനായിട്ട് വളയുകയായിരുന്നു. ആ രാജ്യം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം 5 രാജ്യങ്ങൾ കൂടി ചേർന്നിട്ട് ഇതിനെ ആക്രമിക്കാനായിട്ട് വന്നു. അതിൻ്റെ അകത്ത് ഈജിപ്ത്, സിറിയ, ലെബനോൻ, ജോർദാൻ, ഈ അതിർത്തി പോലും ഇല്ലാത്ത രാജ്യമായിരുന്നു ഇറാഖ്. ഇറാഖും കൂടി വന്നിട്ടാണ് ആക്രമിക്കാനായിട്ട് വന്നത്. അപ്പൊ ഒരു രാജ്യം ഉണ്ടായി പിറ്റേ ദിവസം ആക്രമിക്കാനായിട്ട് അവർ വരിക എന്ന് പറഞ്ഞാൽ അതിന് 3 വർഷം മുൻപ് തന്നെ അവര് അറബ് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു. അറബ് ലീഗ് 1945 അറബ് ലീഗ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിട്ടില്ല. ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ അറബ് ലീഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ ഇസ്രായേൽ രാജ്യം അനുവദിക്കാൻ പാടില്ല, അവരെ നശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അത് പ്യൂർ ആയിട്ട് അതിൻ്റെ അകത്ത് മതമാണ് അതിൻ്റെ അകത്ത് പ്രശ്നമായിട്ടുള്ളത്. പക്ഷെ ആ യുദ്ധത്തിൽ ഇസ്രായേലിന് വിജയിച്ചേ മതിയാവും. കാരണം അവർ ഈ ലോകത്തിൽ ഈ പല സ്ഥലങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ ഓടി ഒരു തരത്തിൽ വന്ന മനുഷ്യരാണ്. അവർക്ക് ഇവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ഇത് തന്നെ ഇല്ലാതായി പോകും. അതുകൊണ്ട് അവര് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും അവരുടെ ഇതിനു വേണ്ടിയിട്ട് അവർ പോരാടി. അങ്ങനെ ആ യുദ്ധം ജയിച്ചു. അതിനുശേഷം പിന്നീട് വന്ന യുദ്ധങ്ങളെല്ലാം നമ്മൾ നോക്കിയാൽ അറിയാം, ഇസ്രായേൽ അങ്ങോട്ട് പോയിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുന്ന ഒരു യുദ്ധവുമില്ല. അതേസമയം ഇസ്രായേലിന്റെ അടുക്കിലേക്ക് വന്ന് യുദ്ധം ചെയ്യുകയാണ്. നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ പലസ്തീൻ പക്ഷത്താണ്. കാരണം എന്താണ്? പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗക്കാരുടെ വോട്ടും അവരുടെ പരസ്യങ്ങളും എല്ലാം രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് വിലയിരുത്താനായിട്ട് ആരും തയ്യാറാവാത്തതിന്റെ ഒരു കാരണവും അത് തന്നെയാണ്. പണവും പിന്നെ രാഷ്ട്രീയവും. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഈ ഇപ്പൊ നിലവിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഇസ്രായേൽ ഹമാസിനെ തറപറ്റിച്ചിരിക്കുന്നു. ഹമാസ് സീസ് ഫയറിന് പോലും തയ്യാറാവുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഹിസ്ബുള്ള തീരുന്നു ഏറെക്കുറെ. അവർക്കൊരു നല്ല നേതാവിനെ പോലും കണ്ടെത്താനാവാത്ത സാഹചര്യം വരുന്നു. സിറിയയിലെ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും ഇസ്രായേലിനെ ബാധിക്കുക? കാര്യം അവിടെയും ഒരു എല്ലായിടങ്ങളിലും, അതായത് അതൊരു സുന്നി വിമത സംഘടനയാണ് വന്നിരിക്കുന്നത്. ഷിയ അച്യുതൻ ഉണ്ടാക്കുക എന്നുള്ള ഖൊമേനിയുടെ ഒരു എന്താ പറയാ ആഗ്രഹത്തിന് വിപരീതമായാണ് സിറിയയിൽ ഇപ്പം അടിച്ചമർത്തലുണ്ടായി വിമതരെത്തുന്നത്. അവർക്ക് അൽഖ്വയ്ദ, ഐസിസ് പോലുള്ള സംഘടനകളുമായി മുൻപ് ബന്ധമുണ്ട്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും നാളെ ഒരു പക്ഷേ മറ്റൊരു ഐസിസ് ആവാനുള്ള സാധ്യതയാണെന്ന് തള്ളിക്കളയാനും സാധിക്കില്ല. സിറിയയിലെ ഭരണമാറ്റം ഇസ്രായേലിനെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? ഇത് വളരെ ആശങ്കാജനകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഇന്നലെ ശത്രുക്കളായിരുന്നവർ പെട്ടെന്ന് സുഹൃത്തുക്കളായി മാറുന്നു. ഇപ്പൊ ഇവിടുത്തെ ഈ വലിയ പ്രശ്നം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഷിയ സുന്നികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അതിന്റെ പേരിൽ ഏറ്റവും അധികം ഈ അടുത്ത കാലത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു രാജ്യമാണ് യമൻ. കാരണം ഇറാൻ അവിടെ നിന്ന് യമനെ ഇങ്ങോട്ട് ആക്രമിക്കുന്നു, ഇവിടെ നിന്ന് സൗദി അങ്ങോട്ട് ആക്രമിക്കുന്നു. സൗദി സുന്നി രാഷ്ട്രം എന്ന നിലയിൽ ഷിയകൾക്കെതിരായിട്ടും മറ്റവര് ഷിയ രാഷ്ട്രം എന്ന നിലയിൽ സുന്നികൾക്കെതിരായിട്ടും പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ തർക്കത്തിന്റെ ഇടയിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായിട്ടുള്ള പ്രശ്നം ഇവിടെ ഹമാസ് ഉണ്ടാക്കുന്നത്. ഹമാസ് ശരിക്കും സുന്നികളാണ്. അപ്പൊ ഈ സുന്നികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൗദി വന്നില്ല. സൗദിയാണ് സുന്നികളുടെ സംരക്ഷകനെങ്കിലും സൗദി വന്നില്ല. കാരണം സൗദിക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണം. അവർ അബ്രഹാം അക്കോർഡ് ഒപ്പിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ചാടി വരുന്നു. കാരണം എന്താണ്? ഇനി സൗദി അല്ല, ഷിയ രാജ്യമാണ് മുന്നേറേണ്ടത് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് സുന്നികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഷിയ രാജ്യം വന്നിരിക്കുന്നത്. അപ്പോ തൊട്ടപ്പുറത്ത് ഹിസ്ബുള്ളയും ഷിയ മിലിഷ്യയാണ്. അപ്പൊ അവര് കൂടി വരുന്നു. അപ്പോ തുർക്കി ആരുടെ കൂടെ ചേരുന്നു? തുർക്കി ഈ പറയുന്ന ഹമാസിന്റെയും ഹെസ്ബുള്ളയുടെയും കൂടെ ചേരുന്നു. തുർക്കി നേരെ തിരിച്ച് സുന്നി വിഭാഗമാണ്. ഇനി ഇറാഖിൽ വടക്കൻ ഭാഗത്തുള്ള കുർദ് മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും തുർക്കി അവർക്കെതിരെ നിൽക്കുന്നു, ഇറാനും അവർക്കെതിരെ നിൽക്കുന്നു. അതായത് നമ്മൾ ചില സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ കൂട്ടയടിയാണ്. ആരെ അടിക്കുന്നു എന്ന് അറിയാൻ പറ്റാത്ത തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഇപ്പൊ സിറിയയിൽ ഉണ്ടായിരിക്കുന്നതും ആരാണ്? സിറിയയില് ഷിയ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ പുതിയ ആൾക്കാരെ ആക്കാൻ വേണ്ടിയിട്ട് തുർക്കി സഹായം ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഇസ്രായേലും ചില സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നു. ഇസ്രായേൽ സഹായം ചെയ്തു കൊടുക്കുന്നതോടുകൂടി തന്നെ അവർ തിരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ പ്രദേശങ്ങൾ മുഴുവൻ ബോംബിട്ട് അവരുടെ ആയുധപ്പുരകൾ മുഴുവൻ നശിപ്പിച്ചു കളയുന്നു. ഈ ആയുധങ്ങൾ നശിപ്പിച്ചു കളഞ്ഞതോടുകൂടി ചിലപ്പോൾ ഒരുപക്ഷെ
ഉണ്ടായേക്കാം. പക്ഷേ ഈ രാഷ്ട്രീയം നമുക്ക് ഇങ്ങനെ പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിന്റെ അകത്ത് മറ്റ് പല ഇൻട്രസ്റ്റുകളും ഉള്ളവർ പിന്നീട് കടന്നു വരും. നമ്മളിപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആയുധ കച്ചവടം എന്നൊക്കെ പറയുന്നത് പോലെ ഇവരെല്ലാവരും ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ആവശ്യവുമില്ലാത്ത ഒരു പക്ഷത്തേക്ക് റഷ്യ ചാടിക്കേറി പിടിച്ചു എന്ന് പറയുന്നത് പോലെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും പക്ഷം കയറി പിടിക്കുന്നത് അവരവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അതിന് ബലിയാടാവേണ്ടി വരുന്നത് അവിടെയുള്ള സാധാരണ ജനങ്ങളുമായിരിക്കും. വലിയ രീതിയിലുള്ള പലായനങ്ങളാണോ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്? വലിയ രീതിയിലുള്ള എന്താ പറയുക, നമുക്കറിയാം അലൻ കുർദി പോലെയുള്ള ഒരുപാട് വാർത്തകൾ കേട്ടിടങ്ങളിൽ നിന്നും വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നു. അടിസ്ഥാന ജനതയ്ക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ല, ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല, വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. നാളേക്ക് ഒരു തലമുറയ്ക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കാനില്ല. അവരെല്ലാവരും തന്നെ ഏതെങ്കിലും ടെന്റുകളിലോ മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറാനുള്ള ശ്രമങ്ങളിലും ഒക്കെയാണ്. എന്തായാലും വളരെ വ്യക്തമാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. എന്തായാലും നമുക്കറിയാം പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾ വന്നത് ശരിക്കും പറഞ്ഞാൽ അത് മതപരമായുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടാണ്. അതിവിടെ വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി ടോമി സെബാസ്റ്റ്യൻ. താങ്ക് യു. താങ്ക് യു.